ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചുവന്നുള്ളിയും പരിപ്പും ചേർത്തുള്ള ഒരു പുളിങ്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 15ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം ഉണ്ടാവും. അല്പം വലിയ ചുവന്നുള്ളിയാണ്. വലിപ്പമുള്ള ഞാൻ ഒന്ന് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് 100 ഗ്രാം പരിപ്പും ഉണ്ടാവും. ഏകദേശം ഇതേ അളവിലാണ് ഞാൻ ഉപയോഗിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും വെന്താൽ മതി. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ കറിക്ക് മുളകും മല്ലിയും ചൂടാക്കി തന്നെ ഇടണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് ചൂടായി ഒരു കളർ മാറി വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ കട്ടക്കായ, ഇത്രയും മതി. അതൊന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആ ചെറിയ ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് താഴെ വെച്ചാൽ മതി. അപ്പോൾ ഒരുവിധം ഒന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതേ വലിപ്പത്തിൽ കഷ്ണമാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അധിക സമയം നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് വന്നോളും, തക്കാളിയെല്ലാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ചൂടാക്കി വെച്ച മല്ലി മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിൽ ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിങ്കറി ആയതുകൊണ്ട് തന്നെ അല്പം പുളിയൊക്കെ കൂടുതൽ വേണം. അപ്പോൾ പാലക്കാട് സ്റ്റൈലൊരു കറിയാണ്. ഇതേപോലെ നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നന്നായി ഉണ്ടെങ്കിൽ നല്ല കറിയായിരിക്കും മഴക്കാലത്ത് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കറിയായി. സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകും. നമ്മൾ കായമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു രുചിയാണ്. അപ്പോൾ ഞാനതിൽ കുറച്ച് 2 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഇതേപോലെ ആക്കിയിട്ടുണ്ട് പാകത്തിന്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമ്മളൊരു 5 മിനിറ്റ് വേവിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കറി കാണുന്ന സമയത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ആ പരിപ്പ് ഒന്നുകൂടി വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. 1 സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണിൽ പകുതി ഉലുവ ഒന്ന് മൂപ്പായി വരുമ്പോൾ അത്ര തന്നെ കടുക്. അപ്പോൾ ഉലുവയും കടുക് നിർബന്ധമായിട്ട് ചേർക്കുക. ഉലുവ എന്തായാലും ചേർക്കണം ഈ കറിക്ക്, അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക രുചി. ഇനി ഒരു 3-4 വറ്റൽമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില അതുകൂടി ചേർത്ത് ഒരല്പം മുളക് കൂടി അതിൻ്റെ മേലിട്ടിട്ട് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ കറിയാണ്. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി നല്ല ടേസ്റ്റായിട്ട് വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് നോക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നല്ല സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചോറിന് മാത്രമല്ല ദോശയ്ക്കും ഇത് കഴിക്കാൻ പറ്റും, ഇഡ്ഡലിക്കും കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതേ പാകത്തിന് വേവിക്കുക, അപ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനൊപ്പം ഈ ഒരു കറിയും പിന്നെ നമ്മൾക്ക് ഉള്ളത് ഒരു ബീട്രൂട്ട് തോരനാണ്. പിന്നെ അതിലേക്ക് ഒരു ഓംപ്ലേറ്റും ഉണ്ട്. ഒരു മുളക് വറുത്തതും കൂടി ആയപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.